ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പലതരം ഓപ്ഷൻസ് ഉണ്ടാകും. എന്തെങ്കിലും ഒരു ചോയ്സ് രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഉണ്ടാകാം. കുട്ടികളുടെ കോഴ്സസ് ആകാം, മക്കളുടെ മാരേജ് ആകാം, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുന്നതാകാം, അല്ലെങ്കിൽ ജോബായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടിയൊക്കെയാണ് നിങ്ങൾ പോകുന്നത്. അതായത് ഏത് ചോയ്സ്, ഏതെടുക്കണം, ഏതെടുക്കണ്ട, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിന്ന് 2 കാർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വന്ന് ഇത് കാർഡ് നമ്പർ 1 ആൻഡ് ദിസ് ഈസ് കാർഡ് നമ്പർ 2. നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ഏതാണെന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഈ റീഡിംഗ് കാണണം. കാരണം ഇത് നമ്മൾ ചോയ്സസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ കാർഡ്സ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്തവർക്കുള്ള ഫസ്റ്റ് കാർഡിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമോഷണലി നിങ്ങൾ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇമോഷണൽ ഹാപ്പിനെസ്സിനെയാണ് അത് കാണിക്കുന്നത്. അത് ആ ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിരിക്കും. പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകും, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. അതാണ് കാണിക്കുന്നത് കാർഡ് നമ്പർ 1 കാണിക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്. ഇനി അടുത്ത കാർഡ് നമ്പർ നോക്കാം. അത് വന്ന് 10 ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങളുടെ ചോയ്സ് നമ്പർ 2. ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ലോങ് ടേം സ്റ്റെബിലിറ്റി ഉണ്ടാകും, വെൽത്ത് ഉണ്ടാകും, ഫാമിലിയുടെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, സന്തോഷമുണ്ടാകും. എല്ലാ സന്തോഷങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ലോങ് ടേം, ലോങ് ലാസ്റ്റിംഗ് സ്റ്റെബിലിറ്റിയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണലി ഹാപ്പി ആയിരിക്കും എന്നാണ്. സെക്കൻഡ് കാർഡിൽ കാണിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ എല്ലാ സ്റ്റെബിലിറ്റിയും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഹെൽത്തും വെൽത്തും എല്ലാം വളരെ നല്ലതായിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനിയും നിങ്ങൾ സെലക്ട് ചെയ്യണം, ഇമോഷണലി നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണോ ഇമ്പോർട്ടൻ്റ്, അതല്ല ഫാമിലി സ്റ്റെബിലിറ്റിയും വെൽത്തും ലെഗസിയും ഒക്കെ ആണെങ്കിൽ കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് ആ ചോയ്സസ് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി ചോയ്സ് നിങ്ങൾ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് റെസണേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. ഇത് നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ മുതലാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് റെസണേറ്റ് ആകുന്നത്. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.